അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, മനുഷ്യന് മനസ്സമാധാനം ലഭിക്കാനും ശാന്തി ലഭിക്കാനും സമാധാനക്കേടുണ്ടാക്കുന്ന അവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കുന്ന ഏറ്റവും വലിയ ഒരു സൽസ്വഭാവമാണ് സത്യസന്ധത എന്നുള്ളത്. ജീവിതത്തിലുടനീളം സത്യസന്ധരായിരിക്കുക, വാക്കുകളിൽ മാത്രമല്ല പ്രവർത്തനങ്ങളിലും, അഥവാ അകവും പുറവും ഒരുപോലെയായിരിക്കുക, സത്യസന്ധമായിരിക്കുക. കാപട്യമോ കബളിപ്പിക്കലോ റിയാഓ ഒന്നുമില്ലാത്ത നിലക്ക് സത്യസന്ധമായ വാക്കുകളും പ്രവർത്തനങ്ങളും, അതിനാണ് സത്യസന്ധത എന്ന് പറയുന്നത്. സമാധാനവും ശാന്തിയും അതിലാണുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസിൽ കാണാം, ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അസ്സിദ്ഖു തുമഅനീനത്തുൻ, സത്യസന്ധത സമാധാനമാണ്, വൽ കദിബുരീബത്തുൻ, കളവ് പറയുക എന്നുള്ളത് രീബത്താണ്, അഥവാ മനസ്സിൻ്റെ സ്വസ്ഥതയെ ഇല്ലാതെയാക്കുന്നതാണ്, മനസ്സിന് എപ്പോഴും ചൊറിച്ചിലുണ്ടാക്കുന്നതാണ്, അതിൻ്റെ സമാധാനം കെടുത്തിക്കളയും. കളവ് പറയുന്നവരും കളവ് പ്രവർത്തിക്കുന്നവർക്കും സമാധാനമുണ്ടാവുകയില്ല. എന്നാൽ സത്യം പറയുന്ന, സത്യസന്ധമായ നിലപാട് സ്വീകരിക്കുന്നവർക്ക് എപ്പോഴും നിർഭയത്വവും സുരക്ഷിതത്വവും സമാധാനവും ഉണ്ടാകും. അതുകൊണ്ട് സത്യം പറയുന്നവരുടെ കൂടെയായിരിക്കണം. സൂറത്തു തൗബയിലെ 119 അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഈമാനുള്ളവരെ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം, വകൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെയായിരിക്കണം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ, സത്യസന്ധത പുണ്യത്തിലേക്ക് ഒരാളെ നയിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ വാക്കുകളിൽ സത്യസന്ധത പാലിക്കുന്ന ഒരാൾ കർമ്മങ്ങളിലും സത്യസന്ധത പാലിക്കുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെ നല്ല പ്രവർത്തനങ്ങളിലേക്ക്, പുണ്യങ്ങളിലേക്ക് സത്യസന്ധത ഒരാളെ നയിക്കുന്നതാണ്. യഥാർത്ഥ വിശ്വാസികളുടെ ഒട്ടനവധി ഗുണങ്ങൾ എണ്ണിപ്പറയുന്ന സൂറത്തുൽ അഹ്സാബിലെ 35 അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വസ്വാദിഖീന വസ്വാദിഖാത്ത്, സത്യം പറയുന്ന സ്ത്രീകളും പുരുഷന്മാരും എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും ഈ നിയമം ബാധകമാണ്, എല്ലാ വിശ്വാസികൾക്കും നിയമം ബാധകമാണ്. സത്യസന്ധരായിരിക്കുക ജീവിതത്തിൽ ഉടനീളം. മഹ്ശറിൽ ഖിയാമത്ത് നാളിൽ ആ സത്യസന്ധതയാണ് ഒരാൾക്ക് ഉപകാരപ്പെടുന്നത്. സൂറത്തുൽ മാഇദയിലെ 119 കാണാം, ഹാദാ യൗമു യൻഫഉ സ്വാദിഖീന സിദ്ഖുഹും, അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയും, ഈ ദിവസത്തിൻ്റെ പ്രത്യേകത യൗമു യൻഫഉ സ്വാദിഖീന സിദ്ഖുഹും, സത്യസന്ധരായ ആളുകൾക്ക് അവരുടെ സത്യസന്ധത പ്രയോജനപ്പെടുന്ന ദിവസമാണ്. എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ ഒരാൾക്ക് ഉപകാരപ്പെടുന്നത് അയാളുടെ സത്യസന്ധതയാണ്. കളവ് പറയുന്ന ആളുകൾക്ക്, സത്യസന്ധരല്ലാത്ത ആളുകൾക്ക് ഖിയാമത്ത് നാളിൽ വലിയ അപകടമുണ്ടാകും. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല സത്യസന്ധരായ ആളുകൾക്ക് വമ്പിച്ച പ്രതിഫലം നൽകും. സൂറത്തുൽ അഹ്സാബിലെ 24 കാണാം, ലിയജ്സി അല്ലാഹു സ്വാദിഖീന ബിസ്വദ്ഖിഹിം, സത്യം പറയുന്ന ആളുകൾക്ക് അവരുടെ സത്യസന്ധത കാരണത്താൽ അല്ലാഹു പ്രതിഫലം നൽകുവാൻ വേണ്ടി. അപ്പോൾ സത്യസന്ധർക്കാണ് പരലോകത്ത് പ്രതിഫലമുള്ളത്. ജീവിതത്തിൽ, കച്ചവടത്തിൽ, ബിസിനസ്സിലൊക്കെ ബറക്കത്തുണ്ടാകുവാനും സത്യസന്ധത അനിവാര്യമാണ്. ഇമാം ബുഖാരിയുടെ റിവായത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇൻ സദഖാ വബയ്യന ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ, കച്ചവടക്കാരെക്കുറിച്ച്, വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളും രണ്ടാളും സത്യം പറഞ്ഞുകൊണ്ടാണ് വിൽപ്പന നടത്തുന്നത്, അതേപോലെ തന്നെ മുതൽ വാങ്ങുന്നത് എങ്കിൽ അവരുടെ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകും, അവർ വാങ്ങിയ വസ്തുവിൽ ബറക്കത്തുണ്ടാകും. അതുകൊണ്ട് തന്നെ വാങ്ങുന്നവരും കൊടുക്കുന്നവരും എല്ലാവരും സത്യസന്ധരായിരിക്കണം. സത്യസന്ധത അത് സമാധാനമാണ്, അത് പുണ്യത്തിലേക്ക് നയിക്കുന്നതാണ്, യഥാർത്ഥ വിശ്വാസികളുടെ ഗുണമാണത്. ഖിയാമത്ത് നാളിൽ വമ്പിച്ച പ്രതിഫലം നേടിത്തരും. പരലോകത്ത് ഉപകാരപ്പെടുന്നത് സത്യസന്ധതയാണ്. ഈ ലോകത്തെ ബറക്കത്തിന് കാരണമായി തീരുന്നതും സത്യസന്ധതയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, ഞാനും നിങ്ങളും സത്യസന്ധന്മാരുടെ കൂടെയായി തീരുക, അകവും പുറവും നല്ലതാക്കി തീർക്കുക. കാപട്യം ഒരിക്കലും നമ്മിൽ ഉണ്ടാവരുത്, കളവ് എന്ന സ്വഭാവം നമ്മിൽ ഉണ്ടാവരുത്. അത് ജീവിതത്തിൻ്റെ സ്വസ്ഥതയെ, സമാധാനത്തെ കെടുത്തിക്കളയുന്നതാണ്. സത്യസന്ധത എന്നും നമ്മെ സമാധാനവും സുരക്ഷിതത്വമുള്ള ഒരവസ്ഥയിലേക്ക് എത്തിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.